നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ 6th ഡേ. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ പോലും ടൈം അറേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ടൈം നോക്കിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എങ്കിലും നമ്മൾ അത്യാവശ്യം നല്ലോണം ഭക്ഷണം എടുത്തുകൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കുന്നത്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും മാർഗ്ഗങ്ങൾ ആരെങ്കിലും പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ അതിൽ ഭക്ഷണം ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക. നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കണം എന്ന് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല. പക്ഷേ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് ഭക്ഷണം കഴിക്കാതെയാണ് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്നത് എങ്കിൽ അത് ഇൻറ്റസ്റ്റൈനിന് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ സംഭാവന ചെയ്യുന്നതിന് കാരണമാവും എന്ന് മനസ്സിലാക്കുക. ഇത് വളരെ കോമൺ സെൻസാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ട്രീറ്റ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ ഡയറ്റ് പറഞ്ഞു കൊടുത്തൊരു ക്ലയൻറ്റ് പറഞ്ഞതാണ്, അവരെവിടെ നിന്നോ ഡയറ്റ് നോക്കിയപ്പോൾ അവർക്ക് കുടിക്കാൻ വേണ്ടി ബട്ടർ കോഫി മാത്രം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അവർ കുറേ കാലത്തോളം ബട്ടർ കോഫി മാത്രം കുടിച്ചുകൊണ്ടാണ് വെയിറ്റ് മാനേജ് ചെയ്തിരുന്നത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഡയറ്റ് പറഞ്ഞു തന്ന് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ ഇതൊരു മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് എങ്കിലും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, ടൈമിന് നമ്മൾക്ക് ഭക്ഷണം ഉണ്ടോ? കുറച്ചാണെങ്കിൽ പോലും ക്വാണ്ടിറ്റി കുറച്ചിട്ടാണെങ്കിലും നമ്മൾ 3 നേരവും ഭക്ഷണം എടുക്കുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഭക്ഷണത്തിൽ ഇനഫ് ന്യൂട്രിഷൻസ് ഇൻക്ലൂഡഡ് ആണോ? മൂന്നാമത്തെ കാര്യം, വെള്ളം നമ്മൾ കറക്റ്റായിട്ട് കുടിക്കുന്നുണ്ടോ? അല്ലാതെയും 3 നേരവും ഭക്ഷണം എടുക്കാതെയും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ തന്നെ വേറെയും വകഭേദങ്ങളുണ്ട്. ചിലവർ ചോദിക്കാറുണ്ട് 20/4 ചെയ്തോട്ടെ, 4 hours മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ഡയറ്റ് പ്ലാൻ ചെയ്തോട്ടെ. ഇപ്പം നമ്മൾ 16/8 ചെയ്യുന്നത് പോലെ 4 hours മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് 20 hours ഫാസ്റ്റിങ്ങിലിരിക്കുന്ന ഡയറ്റ് പ്ലാൻ ചെയ്തോട്ടെ. അതൊക്കെ ഇതിൻ്റെ ഏറ്റവും മാരകമായിട്ടുള്ള വശങ്ങളാണ്. ഇതെന്തുകൊണ്ട് മാരകമായിട്ടുള്ള വശങ്ങൾ എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ അത്രയും സമയം ഭക്ഷണമില്ലാത്ത ഒരവസ്ഥയിലോട്ട് പോകുമ്പോൾ പിന്നീട് നിങ്ങൾ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ നിന്ന് മാറിയിട്ട് വേറെ നോർമൽ ഡയറ്റിലോട്ട് വരുമല്ലോ. അപ്പം നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കാതെയാവും, അല്ലെങ്കിൽ റിവേഴ്സായിട്ട് പ്രതികരിക്കാൻ തുടങ്ങും. അതൊരു ശീലമാണ്. നമ്മുടെ ബോഡിക്ക് ഒരു ഹാബിറ്റ് കൊടുത്തിട്ട് പിന്നീട് അത് പെട്ടെന്ന് മാറ്റുമ്പോൾ അതിനോട് വഴങ്ങാൻ ബോഡി തയ്യാറാവാതെ വരും. ഈ അടുത്ത കാലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഒരു ദിവസം 2 ഹെവി മീൽ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു ആക്ടർ അദ്ദേഹത്തിൻ്റെ ഡയറ്റ് പ്ലാൻ മാത്രം നമ്മളോട് പറയുമ്പോൾ അദ്ദേഹം ഭക്ഷണം എടുക്കാത്ത സമയത്ത് എടുക്കുന്ന സപ്ലിമെൻറ്റുകളെ പറ്റി നമ്മളോട് പറയാറില്ല. ഉണ്ടോ? അതുണ്ടാവില്ല. അത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണശീലം പറയുമ്പോൾ ഞാൻ ഇന്ന സമയത്ത് ഇന്ന സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ട് എന്ന് പറയില്ല. എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഡയറ്റ് പ്ലാൻ്റെ ബിഹൈൻഡിൽ ഒരു വെരി ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യൻ ഉണ്ടായിരിക്കും. ഇവരെയൊക്കെ നമ്മൾ അന്ധമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമ്മളറിയാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. അവർ ഡയറ്റിൽ ഭക്ഷണം മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ, പക്ഷേ എടുക്കുന്ന സപ്ലിമെൻറ്റിൻ്റെയോ അവരെടുക്കുന്ന മറ്റ് കൈൻഡ് ഓഫ് എക്സ്ട്രാ ന്യൂട്രിഷ്യൻസിൻ്റെ ഒന്നും കാര്യം നമ്മളോട് പലപ്പോഴും പറയാറില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒമാഡാണ് ആ ഡയറ്റ് ആ ആക്ടർ എടുക്കുന്നത് എന്ന് വെച്ച് നമ്മളും ഒമാഡ് എടുക്കും. അത് നമ്മുടെ ബോഡിയിൽ അവർക്ക് വരുത്തുന്ന ചേഞ്ചസ് വരുത്തിക്കൊള്ളണം എന്നില്ല. ചുമ്മാ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ സ്റ്റാവ് ചെയ്ത് വിശന്ന് കിടക്കുകയും ചെയ്യും. അങ്ങനെ വിശന്ന് കിടക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ കുറേ കിടക്കുകയാണെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യതയുള്ള ഏറ്റവും വലിയ പ്രോബ്ലമാണ്, ഇൻറ്റസ്റ്റൈനിൽ വരാനുള്ളൊരു സാധ്യതയുള്ളൊരു കാര്യമാണ് അൾസർ എന്ന് പറയുന്നത്. ഇങ്ങനെ അൾസർ വരുന്നതിൻ്റെ സിംറ്റമാണ് നമുക്ക് പുളിച്ച് തികട്ടൽ വരിക. എന്ത് ഭക്ഷണം എടുത്താലും ഭയങ്കരമായിട്ട് ഫില്ല് ചെയ്തതായിട്ട്, കുറച്ച് ഭക്ഷണമേ ഞാൻ കഴിച്ചുള്ളൂ പക്ഷേ വയറ് ഭയങ്കരമായിട്ട് വീർത്ത് മുട്ടിയ ഫീൽ എനിക്കുണ്ടായി എന്നൊക്കെ പറയുന്ന അവസ്ഥ. ഇതെല്ലാത്തിനെയും കൂടി ഞാനൊന്ന് സിമ്പിളാക്കി ലളിതമായിട്ട് പറഞ്ഞു വന്നപ്പോൾ ഒരു വീഡിയോയുടെ മുക്കാഭാഗം അതായിപ്പോയി എന്നുള്ളൂ കേട്ടോ. എന്നാലും നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ബോറടിയായി തോന്നിയിട്ടുള്ളവർക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്ത ഡ്രിങ്ക് 7:30 എടുത്തത്. 7:30 എടുത്ത ഡ്രിങ്ക് ഒരു ഇളം ചൂടുവെള്ളമായിരിക്കണം. അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1 egg, 1/2 piece of apple ആൻഡ് നട്ട്സ് ആൻഡ് സീഡ്സ്. ഓക്കെ, 1 egg, 1/2 piece of apple, നട്ട്സ് ആൻഡ് സീഡ്സ് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതായത് 11 to 12 മീല് കഴിഞ്ഞു. 2 മണിയാകുമ്പോൾ നമ്മളൊരു 2 ദോശ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾ കറി. ഞാനിവിടെ ഗ്രീൻ വെജിറ്റബിൾസ് ഒന്നും വെച്ചിട്ടില്ല. നിങ്ങൾ പക്ഷേ കെയർഫുള്ളി ഗ്രീൻ വെജിറ്റബിൾസ് എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക തന്നെ വേണം. ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രീൻ, ഓറഞ്ച്, റെഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും കളർഫുള്ളായിട്ടുള്ള ഭക്ഷണങ്ങൾ, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കൊണ്ട് ഭക്ഷണ പ്ലേറ്റ്
മാക്സിമം കളർഫുള്ളായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ ന്യൂട്രീഷനാണ്. പിന്നെ ഈ ന്യൂട്രീഷനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിലൊക്കെ നല്ലോണം പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ടോക്സിക് ആയിട്ടുള്ള എന്താണ് ആ കണ്ടൻറ്റ് പുറത്തുള്ളത് അതിനെയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞുകൊണ്ട് തന്നെ ഉപയോഗിക്കുക കേട്ടോ. കാരണം നമ്മളൊക്കെ വിചാരിക്കുന്നത് ഈ മീറ്റ് കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് എന്നാ. ഇന്നത്തെ കാലത്ത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിച്ചിട്ടും നമുക്ക് ക്യാൻസർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് കെമിക്കൽസാണ് അടിച്ചു കയറ്റുന്നത്. സോ പ്ലീസ് ബി കെയർഫുൾ കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 5 മണി 5:30 ആകുമ്പോൾ നമുക്കൊരു ഫ്രൂട്ട് കഴിക്കാം. നമ്മൾ നട്ട്സ് ആൻഡ് സീഡ്സ് മോർണിംഗിൽ തന്നെ കഴിച്ചത് കൊണ്ട് ഇനി നട്ട്സും സീഡ്സും ഒന്നും എടുക്കരുത്. എന്ത് ഭക്ഷണം എടുക്കുവാണെങ്കിലും അതിനൊരു ക്വാണ്ടിറ്റി ലിമിറ്റ് ഉണ്ട്. അതല്ലാതെ ഓവറായിട്ട് ഒന്നും കഴിച്ചേക്കരുത്. ഒരു 10 ബദാം അധികം കഴിച്ചാലും അന്ന് വെയിറ്റ് റിഡക്ഷൻ കാണിക്കൂല. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ 7 PM ഓട്സ് കഞ്ഞി. അപ്പോൾ 5:30 ഒരു ഓറഞ്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളം മാത്രം കുടിക്കുക. 7-7:30 ആയിട്ട് നമുക്കൊരു ഓട്സ് കഞ്ഞി കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഡയറ്റ്. നിങ്ങൾക്ക് ഡയറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടർഫുൾ റിസൾട്ടായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ സെയിം ടൈമിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇൻസ്റ്റഗ്രാം ID റാഡ് ദ വ്ളോഗർ എന്നാണ്. പിന്നെ വാട്സപ്പ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ നമുക്ക് എന്നുള്ളത്. നമുക്ക് വാട്സപ്പ് ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ കിടക്കുന്നുണ്ട് കേട്ടോ വാട്സപ്പ് ലിങ്ക്. ശരി, അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.